എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഗ്രേഡ് 7 സോഷ്യൽ സ്റ്റഡീസ് ചാപ്റ്റർ 4 രണ്ടാമത്തെ ക്ലാസ്സാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കി ഭാഗം ഏതാണ്? ദ ചേഞ്ചിങ് പീപ്പിൾ, മാറുന്ന ജനത. The leaders of the social reform movements contributed to develop a vision emphasizing the universal brotherhood based on humanism that stood beyond caste and religion. അപ്പോൾ ലീഡേഴ്സ് ഓഫ് ദ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ്, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ നായകന്മാർ, ലീഡേഴ്സ്, അവരുടെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അവർ സംഭാവന നൽകി. എന്താണ്? ടു ഡെവലപ്പ് എ വിഷൻ, ഒരു കാഴ്ചപ്പാട് വികസിപ്പിച്ച് കൊണ്ടുവരുന്നതിൽ, വിഷൻ ഡെവലപ്പ് ചെയ്യുന്നതിൽ, കാഴ്ചപ്പാട് വികസിപ്പിച്ച് കൊണ്ടുവരുന്നതിൽ സംഭാവന നൽകി ആയിരുന്നു പറയുന്നത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ നായകർ. ആ കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത് എംഫസൈസിങ് ദ യൂണിവേഴ്സൽ ബ്രദർഹുഡ്. യൂണിവേഴ്സൽ ബ്രദർഹുഡിന്, വിശ്വ സാഹോദര്യത്തിന് എംഫസൈസ് കൊടുത്ത അല്ലെങ്കിൽ പ്രാധാന്യം നൽകിയ അല്ലെങ്കിൽ ഊന്നൽ നൽകിയ ഒരു കാഴ്ചപ്പാടാണ്. ആ വിശ്വ സാഹോദര്യമെന്ന് പറയുന്നത് എന്തിൽ അധിഷ്ഠിതമാണ്? എന്തിൽ ബേസ്ഡാണ്? ബേസ്ഡ് ഓൺ ഹ്യൂമാനിസം, മാനവികതയിലും. ആ മാനവികത ദാറ്റ് സ്റ്റുഡ് ബിയോണ്ട് കാസ്റ്റ് ആൻഡ് റിലിജിയൻ, മതം, ജാതി എന്നിവയ്ക്ക് അതീതമായി നിൽക്കുന്ന, കാസ്റ്റ്, ജാതി, അതുപോലെ തന്നെ റിലിജിയൻ, മതം, അതിന് സ്റ്റുഡ് ബിയോണ്ടായിട്ട് നിൽക്കുന്ന, അതീതമായി നിൽക്കുന്ന ഹ്യൂമാനിസം അല്ലെങ്കിൽ മാനവികത. അപ്പം മതം, ജാതി എന്നിവയ്ക്ക് അതീതമായി നിൽക്കുന്ന മാനവികതയിൽ അധിഷ്ഠിതമായ വിശ്വസാഹോദര്യത്തിന് ഊന്നൽ നൽകുന്ന അല്ലെങ്കിൽ പ്രാധാന്യം നൽകുന്ന ഒരു കാഴ്ചപ്പാട് വികസിപ്പിച്ച് കൊണ്ടുവരുന്നതിൽ മുഖ്യ സംഭാവന ആർക്കുണ്ടായിരുന്നു? സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ലീഡേഴ്സിന് അല്ലെങ്കിൽ നായകർക്ക് ഉണ്ടായിരുന്നു. All the reformers gave emphasis to the importance of education and established educational institution. എല്ലാ പരിഷ്കർത്താക്കൾക്കും, റിഫോർമേഴ്സിനും, എല്ലാ പരിഷ്കർത്താക്കൾക്കും അല്ലെങ്കിൽ പരിഷ്കർത്താക്കളും എന്ത് ചെയ്തു? ഗേവ് എംഫസിസ് അല്ലെങ്കിൽ പ്രാധാന്യം നൽകി അല്ലെങ്കിൽ ഊന്നൽ നൽകി. ഗേവ് എംഫസിസ് ടു ദ ഇമ്പോർട്ടൻസ് ഓഫ്, എന്തിനാണ്? ഏതിൻ്റെ പ്രാധാന്യത്തിനാണ്? വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപനത്തിനും തന്നല്ലോ. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും, എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലും സ്ഥാപിക്കുന്നതിലും, അതിലൊരു എഡ്യൂക്കേഷനും വിദ്യാഭ്യാസത്തിനും എന്ത് നൽകി? എല്ലാ റിഫോമേഴ്സും ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇതിനാണ് തന്നല്ലോ. അപ്പോൾ ആൾ ദ റിഫോമേഴ്സ് ഗേവ് എംഫസൈസ് ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും തന്നല്ലോ ആണ് എന്ത് ചെയ്തത്? എല്ലാ സാമൂഹിക പരിഷ്കർത്താക്കളും എംഫസൈസ് കൊടുത്തത് അല്ലെങ്കിൽ ഊന്നൽ നൽകിയത്. ദിസ് ഇൻ ടേൺ ആക്സിലറേറ്റഡ് ദ പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കൽ, ഇവയെല്ലാം എന്തിനു മാറി? ആക്സിലറേറ്റ് ചെയ്തു അല്ലെങ്കിൽ വേഗത കൂട്ടിയും വേഗം വർദ്ധിപ്പിച്ചു. എന്തിൻ്റെയാണ്? ദ പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ ഇന്ത്യ. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രോഗ്രസ്സിന് അല്ലെങ്കിൽ പുരോഗതിക്ക് ആക്സിലറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വേഗം കൂട്ടി എന്ന് പറയുന്നത് ഈ റിഫോമേഴ്സ് നടത്തിയ എഡ്യൂക്കേഷൻ നൽകിയ ഇമ്പോർട്ടൻസും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ എന്ത് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്തതും. They reminded Indian of their rich cultural heritage and thereby developed self-respect and national pride. അപ്പോൾ ഈ വിദ്യാഭ്യാസങ്ങളും മറ്റ് കാര്യങ്ങളും എന്ത് ചെയ്തു? റിമൈൻഡഡ് ഇന്ത്യൻസ്, ഇന്ത്യയിലെ ആൾക്കാരുടെ, ജനങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്തു? ഒരു സ്മരണ ഉണർത്തി അല്ലേ? എന്താണ് ആ റിമൈൻഡ് ചെയ്ത് അവരുടെ മനസ്സിൽ സ്മരണ ഉണർത്തിയത്?
ദ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ്, അവരുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചും. റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ്, സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചും. ആൻഡ് ദെയർ ബൈ ഡെവലപ്ഡ് സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് നാഷണൽ പ്രൈഡ്, അതിലൂടെ എന്ത് ചെയ്തു? സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ അഭിമാനബോധം വളരുകയും ദേശീയ ബോധം, നാഷണൽ പ്രൈഡ്, അതും എന്ത് ചെയ്തു? വികസിക്കുകയും ചെയ്തു. അപ്പം ഇത് ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ സ്മരണ ഉയർത്തി. എന്തിനെക്കുറിച്ചുള്ള സ്മരണയാണ്? നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചും അതിലുപരി അതിലൂടെ എന്താണ്? ദേശീയ ബോധവും അഭിമാനബോധത്തിൻ്റെ വികസനത്തിനും അത് കാരണമായി. Thus, the social reformers played a major role in awakening the Indians. അല്ലേ, ഇന്ത്യക്കാരുടെ ഇടയിൽ എന്താണ്? സ്വാതന്ത്ര്യ ഉണർവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, അവേക്കനിങ് ഉണ്ടാക്കുന്നതിന്, ഉണർവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി മുഖ്യ പങ്ക് ആര് വഹിച്ചു? സോഷ്യൽ റിഫോമേഴ്സ് അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വഹിച്ചു. അപ്പം ആ ഒരു ചോദ്യത്തിന് ആൻസർ അതാണ്. എന്താണ് സോഷ്യൽ റിഫോമേഴ്സിൻ്റെ എന്താണ് ഇമ്പോർട്ടൻ്റ് റോൾ എന്താണ്? ഇതിനാണ് ഇന്ത്യൻസിനെ അവേക്കൺ ചെയ്യുന്നത്. അടുത്തത് എമർജൻസ് ഓഫ് നാഷണലിസമാണ്. ദേശീയ ബോധം എന്ത് ചെയ്യുന്നു? വളരുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു. എമർജൻസ് ഓഫ് നാഷണലിസം, ദേശീയ ബോധം അല്ലെങ്കിൽ ദേശീയത എമർജൻസ് ആവുന്നു, അല്ലെങ്കിൽ വളരുന്നു, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. ദ ഡിഫറെൻ്റ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ആൻഡ് ദെയർ ലീഡേഴ്സ് ഹൂം വി ആൾറെഡി ഡിസ്കസ്ഡ് ഇൻസ്റ്റിൽഡ് എ ന്യൂ സ്പിരിറ്റ് അമംഗ് ഇന്ത്യൻസ്. അപ്പോൾ വ്യത്യസ്തങ്ങളായ സാമൂഹിക പ്രസ്ഥാനങ്ങളും സോഷ്യൽ റിഫോം മൂവ്മെൻറ്റുകളും അതിൻ്റെ സ്ഥാപകരും അവരുടെ ലീഡേഴ്സ് അല്ലെങ്കിൽ നായകരും അല്ലേ, അത് എന്തിന് കാരണമായി? ഇൻസ്റ്റിൽഡ് എ ന്യൂ സ്പിരിറ്റ് അമംഗ് ഇന്ത്യൻസ്, ഇന്ത്യക്കാരുടെ ഇടയിൽ പുതിയ അവബോധം, ന്യൂ സ്പിരിറ്റ് അല്ലെങ്കിൽ പുതിയ ഉണർവ് തന്നല്ലോ ഇൻസ്റ്റിൽ ചെയ്യുക അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്തു അല്ലെങ്കിൽ സൃഷ്ടിച്ചു. അപ്പം എന്താണ് പുതിയ ഉണർവ് ഇന്ത്യൻസിൻ്റെ ഇടയിൽ ഉണ്ടായത്? ഡിഫറെൻ്റ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സുകളും അവരുടെ ലീഡേഴ്സും ആൻഡ് ദെയർ ആക്ടിവിറ്റീസ് അല്ലേ, അവരുടെ പ്രവർത്തനങ്ങളും ഇൻസ്റ്റിൽഡ് എ ന്യൂ സ്പിരിറ്റ് അമംഗ് ദ ഇന്ത്യൻസിൻ്റെ ഇടയിൽ ഒരു പുതിയ എന്താണ് ഉണർവ് അല്ലെങ്കിൽ ഒരു ശക്തി എന്ത് ചെയ്തു? സൃഷ്ടിച്ച് എടുത്തു. അപ്പോൾ ആ ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ ടൈമിൽ നിലനിന്നിരുന്ന പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ ഏതെല്ലാമാണ്? വാട്ട് ആർ ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് പ്രിവൈൽഡ് ഇൻ ദ പീരീഡ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഓർ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ? ഏതെല്ലാമായിരുന്നു? നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്, ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇതൊരു വേറെ ക്വസ്റ്റ്യൻ ആയിട്ടും വരും തന്നല്ലോ. എങ്ങനെയാണ് ഇന്ത്യൻ നാഷണലിസം എന്താണ് ഈ സെൻസ് ഓഫ് യൂണിറ്റി ഇന്ത്യൻ സിറ്റിസണിൽ ജനറേറ്റ് ചെയ്തത് എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ അതും വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താണ്? വാട്ട് ആർ ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് പ്രിവൈൽഡ് അറ്റ് ദ ടൈം ഓഫ് എന്താണ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ? ആ സാഹചര്യം ബ്രിട്ടീഷ് കോൺഗേഡ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിഫൈഡ് ഇന്ത്യ പൊളിറ്റിക്കലി. ഒന്നാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷ് പ്രിൻസിലിസ് കോൺഗേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തലാണ് അല്ലേ. അപ്പോൾ ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തി, അതിനെ കീഴ്പ്പെടുത്തി നാട്ടുരാജ്യങ്ങൾ, പ്രിൻസിലി സ്റ്റേറ്റിനെ നാട്ടുരാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. എന്നിട്ട് പൊളിറ്റിക്കലി ഇന്ത്യയെ എന്താക്കി ചെയ്തു? യൂണിഫൈ ചെയ്തു, ഏകീകരിച്ചു. രാഷ്ട്രീയപരമായി ഇന്ത്യയെ ഏകീകരിച്ചു. അപ്പം ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും രാഷ്ട്രീയപരമായി ഇന്ത്യയെ ഏകീകരിക്കുകയും ചെയ്തു. അത് ഒരു സാഹചര്യം. ദ ബ്രിട്ടീഷ് കോൺഗേഡ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിഫൈഡ് ഇന്ത്യ പൊളിറ്റിക്കലി. രണ്ടാമത്തെ കണ്ടീഷൻ ഏതാണ്? എക്കണോമിക് കണ്ടീഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കണ്ടീഷൻ. ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്രിയേറ്റഡ് ആൻ ആൻറ്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ് എമംഗ് ഇന്ത്യൻസ് അല്ലേ. സാമ്പത്തിക ചൂഷണം, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, സാമ്പത്തിക ചൂഷണം. ആരുടെ? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ചൂഷണം എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തു. എന്താണ്? ആൻ ആൻറ്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ് അല്ലെ, ബ്രിട്ടീഷ് വിരുദ്ധ സമീപനം. ആൻറ്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ്, ബ്രിട്ടീഷ് വിരുദ്ധ സമീപനം. ആരുടെ ഇടയിൽ? ഇന്ത്യക്കാരുടെ ഇടയിൽ എന്ത് ചെയ്തു? ഈ സാമ്പത്തിക
ചൂഷണമെന്ന് പറയുന്നത് ആരുടെ? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ചൂഷണമെന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ ഇടയിൽ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ സമീപനം എന്ത് ചെയ്തു? ഉണ്ടാക്കി എടുത്തു. Next, the spread of English education and the development of transport and communication brought the people together. തന്നല്ലോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ സ്പ്രെഡ് അല്ലെങ്കിൽ വ്യാപനം, പിന്നെ ഡെവലപ്മെൻറ്റ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങളിലുണ്ടായ വികസനം എന്ത് ചെയ്തു? ബ്രോട്ട് ദ പീപ്പിൾ ടുഗദർ, ജനങ്ങളെ ഒരുമിപ്പിച്ചു. അപ്പോൾ അടുത്ത പോയിൻ്റ് സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലുള്ള വ്യാപനവും, ഡെവലപ്മെൻറ്റ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗതാഗതത്തിലും വാർത്താവിനിമയത്തിലും ഉണ്ടായ വികസനവും ബ്രോട്ട് ദ പീപ്പിൾ ടുഗദർ, ജനങ്ങളെ ഒരുമിപ്പിച്ചു. നെക്സ്റ്റ് പോയിൻ്റ് the strategies adopted by the British to suppress the first war of Indian independence created a national consciousness and made the people think that they belong to the same country. അപ്പോൾ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ബ്രിട്ടീഷുകാർ വിനിയോഗിച്ച തന്ത്രങ്ങൾ, അഡോപ്റ്റ് ചെയ്യുക, യൂസ് ചെയ്യുക. സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് തന്ത്രങ്ങളാണ് അല്ലേ? ആരുപയോഗിച്ച തന്ത്രങ്ങൾ? സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് അല്ലെങ്കിൽ യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. എന്തിനു വേണ്ടി? ടു സപ്രസ് അല്ലേ? അടിച്ചമർത്താൻ. എന്തടിച്ചമർത്താനാണ്? ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച തന്ത്രങ്ങളെന്ന് പറയുന്നത് ക്രിയേറ്റഡ് എ നാഷണൽ കോൺഷ്യസ്നസ്. അത് എന്തുണ്ടാക്കിയെടുത്തു? ക്രിയേറ്റ് ചെയ്തു നാഷണൽ കോൺഷ്യസ്നസ്, ദേശീയ ബോധം. നാഷണൽ കോൺഷ്യസ്നസ് ക്രിയേറ്റ് ചെയ്തു, ദേശീയ ബോധം ഉണ്ടാക്കിയെടുത്തു. ആൻഡ് മെയ്ഡ് പീപ്പിൾ തിങ്ക് ദാറ്റ് ദേ ബിലോങ് ടു ദ സെയിം കൺട്രി. അങ്ങനെ ജനങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി? നമ്മളെല്ലാം ഒരേ രാജ്യത്ത് ഉള്ളവരാണ്, ഒരേ രാജ്യത്തിൽ ഉള്ളവരാണ്, സെയിം കൺട്രിയിൽ ബിലോങ് ചെയ്യുന്നവരാണ്, ലീവ് ചെയ്യുന്നവരാണ് നമ്മൾ അല്ലേ എന്ന് എന്ത് ചെയ്തു? ഇത് ജനങ്ങളെ ചിന്തിപ്പിച്ചു. അപ്പം ദ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ടു സപ്രസ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് created a national consciousness and made people think that they belong to the same country. അതല്ലോ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച തന്ത്രങ്ങളെന്ന് പറയുന്നത് ജനങ്ങളിൽ ദേശീയബോധം ഉണ്ടാക്കിയെടുക്കുകയും അത് തങ്ങൾ ഒരേ രാജ്യത്തിലുള്ളവരാണ്, അധിവസിക്കുന്നവരാണ് എന്നുള്ള ചിന്ത ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അപ്പം അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഹെൽപ്പ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് യൂണിറ്റി എമംഗ് ദ ഇന്ത്യൻസ്? ഇന്ത്യക്കാരുടെ ഇടയിൽ ഐക്യതാബോധം വികസിപ്പിക്കുന്നതിനുണ്ടായ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഈ ഘടകങ്ങളാണ്. ഏതെല്ലാം ഘടകങ്ങൾ? നമ്മൾ പറഞ്ഞ ഈ 4 ഘടകങ്ങൾ. അതിലുപരി എന്താണ് ഇന്ത്യയിൽ പ്രിവെയിൽ ചെയ്യുന്നത്? എന്താണ് എക്കണോമിക് പൊളിറ്റിക്കൽ കണ്ടീഷൻ എന്തായിരുന്നു? ഏത് സമയത്താണ്? നമ്മുടെ സോഷ്യൽ റിഫോം മൂവ്മെൻ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അതും ആൻസർ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ദീസ് ഫാക്ടേഴ്സ് ഹെൽപ്പ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് യൂണിറ്റി എമംഗ് ദ ഇന്ത്യൻസ്. ഇന്ത്യക്കാരുടെ ഇടയിൽ ഒരു സെൻസ് ഓഫ് യൂണിറ്റി അല്ലെങ്കിൽ ഐക്യതാബോധം ഡെവലപ്പ് ചെയ്യുന്നതിന് വികസിച്ച് വരുന്നതിന് സഹായകരമായ എന്താണ് ഫാക്ടേഴ്സ്, ഘടകങ്ങൾ ഇവയെല്ലാമായിരുന്നു. Indian nationalism is the sense of oneness beyond religious, linguistic and regional diversities. അപ്പം എന്താണ് പ്രാദേശിക, അതുപോലെ തന്നെ ഭാഷാപരമായ, അതുപോലെ തന്നെ മതപരമായ എന്താണ് വൈവിധ്യങ്ങൾക്ക് അപ്പുറം, ബിയോണ്ട് തന്നല്ലോ എന്താണ് സെൻസ് ഓഫ് ഒൺനെസ്, നമ്മൾ ഒന്നാണെന്നുള്ള ബോധം ഏതുണ്ടാക്കിയെടുത്തു? ഇന്ത്യൻ നാഷണലിസം. അപ്പം എന്താണ് ഇന്ത്യൻ നാഷണലിസം അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞാൽ? എന്താണ് ഇന്ത്യൻ നാഷണലിസം എന്ന് പറഞ്ഞാൽ? എന്താണ് ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞാൽ? ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് പ്രാദേശിക, ഭാഷാപരമായ, അതുപോലെ തന്നെ മതപരമായ എന്താണ് വൈവിധ്യങ്ങൾക്ക് അപ്പുറം നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ബോധത്തിനെയാണ് എന്ന് വിളിക്കുന്നത് ഇന്ത്യൻ നാഷണലിസം എന്ന് വിളിക്കുന്നത്. Indian nationalism is the sense of oneness beyond religious, linguistic, religious മതപരമായ, linguistic ഭാഷാപരമായ, regional പ്രാദേശികപരമായ, ഡൈവേഴ്സിറ്റീസ് വൈവിധ്യങ്ങൾ അല്ലേ, വൈവിധ്യങ്ങൾക്കപ്പുറം നമ്മളൊന്നാണ് എന്ന തോന്നലാണ് അല്ലെങ്കിൽ ആ ഒരു ബോധമാണ് എന്തെന്ന് വിളിക്കുന്നത് ഇന്ത്യൻ നാഷണലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തന്നല്ലോ.
അങ്ങനെയാണെങ്കിൽ അവിടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, the mountains and rivers of India and the forest and the broad field which gave us food, we all dear to us, but what counted ultimately were the people of India, people like them and me who were spread out all over this vast land. അല്ലേ? അപ്പോൾ പർവ്വതങ്ങൾ, ഇന്ത്യയിലെ നദികൾ, അതുപോലെ തന്നെ എന്താണ് വനങ്ങൾ, അല്ലേ, അതുപോലെ തന്നെ വിശാലമായ വയലുകൾ, ഇവയെല്ലാം നമുക്ക് എന്ത് തരുന്നുണ്ട്? നമുക്ക് ഭക്ഷണം തരുന്നവയാണ്, അല്ലേ. അതിലുപരി നമുക്ക് ഭക്ഷണം തരുന്ന ഈ വയലിലകളും എല്ലാം എന്താണ്? നമുക്ക് പ്രിയപ്പെട്ടതാണ്, അല്ലേ. ഇതെല്ലാം ഏതൊക്കെ? ഇന്ത്യയിലെ പർവ്വതങ്ങളായാലും നദികളായാലും വനങ്ങളായാലും നമുക്ക് ഭക്ഷണം തരുന്ന എന്താണ്? വിശാലമായ വയലിലകളായാലും നമുക്ക് വളരെയധികം ഡിയറാണ്, പ്രിയപ്പെട്ടതാണ്. പക്ഷേ വാട്ട് കൗണ്ടഡ് അൾട്ടിമേറ്റ്ലി, പരമപ്രധാനമായി പരിഗണിക്കേണ്ടത് അല്ലെങ്കിൽ കൗണ്ട് ചെയ്യേണ്ടത്, നമുക്ക് ഗണിക്കപ്പെടേണ്ടത് തന്നെ എല്ലാറ്റിലും ഉപരി അൾട്ടിമേറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, ഗണിക്കേണ്ടത് അല്ലെങ്കിൽ എണ്ണത്തിട്ടപ്പെടുത്തേണ്ടത് എന്ന് പറയുന്നത് ഏതാണ്? വേറെ പീപ്പിൾ ഓഫ് ഇന്ത്യ, അല്ലേ, നമ്മുടെ രാജ്യത്തെ ജനങ്ങളാണ്. നിങ്ങളെപ്പോലെയും നമ്മളെപ്പോലെയും ഉള്ളവർ, അല്ലേ, അവർ എന്ത് ചെയ്യുന്നു? വാസ് സ്പ്രെഡ് ഔട്ട് ഓൾ ഓവർ ദിസ് വാസ്റ്റ് ലാൻഡ്, നമ്മുടെ നാട് മൊത്തം എന്ത് ചെയ്യുന്ന, പരക്കെ വ്യാപിച്ചു കിടക്കുന്ന എന്നെയും നിങ്ങളെയും പോലുള്ള ജനങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്തെന്ന് പറയേണ്ടത്, ഗണ്യമായി തിട്ടപ്പെടുത്തേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭാരത് മദർ ഇന്ത്യ, അല്ലേ, വാസ് എസെൻഷ്യലി ദീസ് മില്യൺസ് ഓഫ് പീപ്പിൾ ആൻഡ് വിക്ടറി ടു ഹർ മീൻ ദ വിക്ടറി ടു ദീസ് പീപ്പിൾ. അങ്ങനെയാണെങ്കിൽ ഭാരത് മാത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ മദർ എന്ന് പറയുന്നത് തീർച്ചയായും ആര് തന്നെയായിരിക്കും? മില്യൺസ് ഓഫ് പീപ്പിൾ, കോടിക്കണക്കിന് വരുന്ന ഈ ജനങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ തന്നെയാണ് ആരെന്ന് പറയുന്നത്? ഇന്ത്യൻ അമ്മ അല്ലെങ്കിൽ ഭാരത് മാത എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻഡ് വിക്ടറി ടു ഹർ, അവർക്ക് ആരുടെ? ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാരതമാതയുടെ വിജയമെന്ന് പറയുന്നത് ആരുടെ വിജയം തന്നെയാണ്? ഇന്ത്യയിലെ ജനങ്ങളുടെ വിജയം തന്നെയാണ്. കാരണം ഇന്ത്യൻ ജനങ്ങൾ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യയിൽ എന്തെന്ന് പറയുന്നത്? മാത അല്ലെങ്കിൽ മദർ ഇന്ത്യ എന്ന് പറയുന്നത്. സോ യു ആർ പാർട്സ് ഓഫ് ദിസ് ഭാരത് മാത. I told them you are in a manner yourselves Bharat Mata, and as this idea slowly soaked into their brains, their eyes would light up as if they had made a great discovery. അപ്പോൾ ഇത് ഞാൻ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എന്താണ്? നിങ്ങളാരാണ്? ഭാരതമാതാവിൻ്റെ അംശങ്ങളാണ്, നിങ്ങൾ ഭാരതമാതാവിൻ്റെ എന്താണ്? ഭാഗം തന്നെയാണ് എന്ന് ഞാൻ അവരോട് പറയുമ്പോൾ, അല്ലേ, ആർ ഇൻ എ മാനർ യുവർ സെൽഫ്സ് ഭാരത് മാത, നിങ്ങളിലൂടെ നിങ്ങൾ തന്നെയാണെന്ന് പറയുന്നത് ഭാരതമാത എന്ന് പറയുമ്പോൾ, ആൻഡ് ആസ് ദിസ് ഐഡിയ സ്ലോലി സോക്ഡ് ഇൻ ടു ദെയർ ബ്രെയിൻസ്, ഈ ആശയം വളരെ പതുക്കെ അവരുടെ എന്താണ്? തലച്ചോറിലേക്ക് സോക്ക് ചെയ്ത് അല്ലെങ്കിൽ കിനിഞ്ഞെത്തുമ്പോൾ അല്ലെങ്കിൽ അലിഞ്ഞെത്തുമ്പോൾ അവരുടെ കണ്ണുകളെന്ന് പറയുന്നത് എന്ത് ചെയ്യും? പ്രകാശിക്കും. ദെയർ ഐസ് വുഡ് ലൈറ്റ് അപ്പ്, അല്ലേ. എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? ആസ് ഇഫ് ദേ ഹാഡ് മെയ്ഡ് എ ഗ്രേറ്റ് ഡിസ്കവറി, നമ്മളെന്തോ മഹത്തായ കണ്ടുപിടുത്തം നടത്തി എന്നുള്ള ഒരു തോന്നൽ അവരുടെ മനസ്സിൽ വരുന്നത് പോലെ അവരുടെ കണ്ണുകൾ പ്രകാശിക്കുമായിരുന്നു. അദ്ദേഹം ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ പുസ്തകത്തിൽ ജവഹർലാൽ നെഹ്റു പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസം എമംഗ് ഇന്ത്യൻസ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതാണ്? 4 പോയിൻ്റ് പറഞ്ഞു. ഇന്ത്യക്കാരുടെ ഇടയിൽ ദേശീയത വികസിക്കാനുണ്ടായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, കാരണങ്ങൾ, ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ റൈറ്റേഴ്സ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസം തന്നല്ലോ. ഇൻസ്ട്രുമെൻ്റൽ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് തന്നല്ലോ, സഹായിച്ചത്. അപ്പോൾ നാഷണലിസത്തിൻ്റെ അല്ലെങ്കിൽ ദേശീയതയുടെ വികസനത്തിന് സഹായിച്ച ഇൻസ്ട്രുമെൻ്റലായ ഹെൽപ്പ്ഫുള്ളായ എന്താണ്? റൈറ്റേഴ്സ്. ഇൻസ്ട്രുമെൻ്റൽ ഹെൽപ്പ്ഫുൾ തന്നല്ലോ, സഹായിച്ച അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ ആരെല്ലാമാണ്? ആരൊക്കെയുടെ? ബങ്കിം ചന്ദ്ര ചാറ്റർജി, അദ്ദേഹം ദേശീയതയെ പ്രോത്സാഹിപ്പിച്ച ഒരു സാഹിത്യകാരനാണ്. പിന്നെ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ, അദ്ദേഹവും ദേശീയതയെ പ്രോത്സാഹിപ്പിച്ച ഒരു സാഹിത്യകാരനാണ്. പിന്നെ മുഹമ്മദ് ഇക്ബാൽ, അദ്ദേഹം ദേശീയത നാഷണലിസത്തിനെ പ്രൊമോട്ട് ചെയ്തൊരു റൈറ്ററാണ്. പിന്നെ ലക്ഷ്മിനാഥ് ബെസ്ബറുവ തന്നല്ലോ, അദ്ദേഹവും എന്താണ്? ലക്ഷ്മിനാഥ് ബെസ്ബറുവയും നാഷണലിസത്തിനെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത റൈറ്ററാണ്. അതുപോലെ അൽത്താഫ്
ഹുസൈൻ. അങ്ങനെ പ്രധാനപ്പെട്ട 5, ഇത്ര പേരല്ല, ഒരുപാട് പേരുണ്ട്, അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അത് റൈറ്റേഴ്സ് ഇൻസ്ട്രുമെൻ്റൽ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസം. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ. The development of nationalism accelerated the Indian efforts to liberate from the British. അപ്പോൾ നാഷണലിസത്തിൻ്റെ വികസനം അല്ലെങ്കിൽ വളർച്ച, ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ആക്സിലറേറ്റ് ചെയ്യുക, വേഗം കൂട്ടുക, ത്വരിതപ്പെടുത്തുക തന്നല്ലോ. എന്ത് ആക്സിലറേറ്റ് ചെയ്തു, എന്ത് വേഗം കൂട്ടി? ദ ഇന്ത്യൻസ് എഫർട്ട് ടു ലിബറേറ്റ് ഫ്രം ദ ബ്രിട്ടീഷുകാരിൽ നിന്ന് ലിബറേറ്റ് അല്ലെങ്കിൽ മോചിപ്പിക്കണം, മോചിതരാകണം എന്നുള്ള എഫർട്ടുകൾക്ക്, ആരുടെ എഫർട്ടുകളെന്ന ശ്രമങ്ങളാണ് അല്ലേ, ഇന്ത്യക്കാരുടെ ശ്രമങ്ങൾക്ക് എന്ത് ചെയ്തു, വേഗം കൂട്ടി. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസം, ദേശീയതയുടെ വികസനം എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചനം എന്നുള്ള ഇന്ത്യക്കാരുടെ ശ്രമങ്ങൾക്ക് വേഗത വർദ്ധിപ്പിച്ചു. ദിസ് എൻഹാൻസ് ദ റെലവൻസ് ഓഫ് വേരിയസ് മൂവ്മെൻറ്റ് ഫോർ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇത് എന്ത് ചെയ്തു, വർദ്ധിപ്പിച്ചു. എന്താണ് എൻഹാൻസ് ചെയ്തത്? ദ റെലവൻസ് ഓഫ് വേരിയസ് മൂവ്മെൻറ്റ്സ് ഫോർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്ത സംഘടനകളുടെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി. റെലവൻസ് മീൻസ് പ്രസക്തി. വേരിയസ് മൂവ്മെൻറ്റ് വിവിധങ്ങളായ പ്രസ്ഥാനങ്ങളുടെ എന്താണ് പ്രസക്തി എന്ത് ചെയ്തു, എൻഹാൻസ് ചെയ്തു, വർദ്ധിപ്പിച്ചു. ഏത് നാഷണലിസം. അതുപോലെ തന്നെ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റുകളും അതെല്ലാം. അങ്ങനെയാണെങ്കിൽ ഫോർമേഷൻ ഓഫ് അസോസിയേഷൻ, സംഘടനകളുടെ രൂപീകരണം. എ നമ്പർ ഓഫ് റീജിയണൽ ഓർഗനൈസേഷൻസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് അറ്റ് വേരിയസ് പാർട്ട് ഓഫ് ഇന്ത്യ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഗ്രോയിങ് അവേക്കണിങ് എന്ന് പറഞ്ഞാൽ ഉണർവ് തന്നല്ലോ, ഗ്രോയിങ് എന്ന് പറഞ്ഞാൽ വളർന്നു വന്ന തന്നല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ നമ്പർ ഓഫ് റീജിയണൽ ഓർഗനൈസേഷൻ, ധാരാളം പ്രാദേശിക സംഘടനകൾ, റീജിയണൽ ഓർഗനൈസേഷൻസ്, പ്രാദേശിക സംഘടനകൾ എന്ത് ചെയ്തു, കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്, നിലവിൽ വന്നു. എവിടെ? അറ്റ് വേരിയസ് പാർട്ട് ഓഫ് ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ. എന്തിൻ്റെ ഫലമായി? ആസ് എ റിസൾട്ട്, എന്തിൻ്റെ ഫലമായിട്ടാണ്? ഓഫ് ദിസ് ഗ്രോയിങ് അവേക്കനിങ് അല്ലേ, ഈ ഉണർന്ന അല്ലെങ്കിൽ ഉണർവിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെയല്ലോ. അപ്പോൾ ഈ ഉണർവിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ എന്ത് ചെയ്തു, ധാരാളം പ്രാദേശിക സംഘടനകൾ എന്ത് ചെയ്തു, നിലവിൽ വന്നു. അതിൽ ചിലതാണ് ഫേമസ് ആയിട്ടുള്ളവയാണ് ഈ പറയുന്നത്. ഏതൊക്കെയാണ്? മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, അതുപോലെ തന്നെ പൂന സാർവജനിക് സഭ ആൻഡ് ഇന്ത്യൻ അസോസിയേഷൻ ആർ എ ഫ്യൂ എമംഗ് ദം. ഇവയിൽ ചിലതാണ്. ഏതെല്ലാം? നാഷണൽ റീജിയണൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ആയെന്ന് പറഞ്ഞാൽ അതിൽ ചില റീജിയണൽ ഓർഗനൈസേഷൻ്റെ ഉദാഹരണങ്ങളാണ്. ഏതൊക്കെയാണ്? മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, അതുപോലെ തന്നെ ഏതാണ്? പൂന സാർവജനിക് സഭ, അതുപോലെ ഇന്ത്യൻ അസോസിയേഷൻ. ആൾ ദീസ് ഓർഗനൈസേഷൻസ് ഗേവ് പ്രയോറിറ്റി ടു ദ റീജിയണൽ പ്രോബ്ലംസ്. അപ്പോൾ ഈ എല്ലാ സംഘടനകളും എന്തിനാണ് പ്രയോറിറ്റി കൊടുത്തത്? സംഘടനകൾ പ്രയോറിറ്റി കൊടുത്ത് എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? എന്തിനാണ്? ദ റീജിയണൽ പ്രോബ്ലംസ്. പ്രാദേശിക പ്രശ്നങ്ങൾക്ക്. പ്രാദേശിക പ്രശ്നങ്ങൾക്കാണ് എന്ത് ചെയ്തത്? ഈ സംഘടനകളെല്ലാം പ്രാധാന്യം നൽകിയത്, പ്രയോറിറ്റി കൊടുത്തത്. ദിസ് നെസസിയേറ്റഡ് ഫോമിങ് ഓഫ് എ നാഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ നമുക്കെന്താണ്, ഇന്ത്യ മൊത്തം എന്ത് ചെയ്യണം? പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംഘടന വേണം അല്ലേ. അപ്പോൾ റീജിയണൽ ഓർഗനൈസേഷൻ എന്താണ് ചെയ്തത്? റീജിയണൽ പ്രോബ്ലത്തിനാണ് എന്ത് ചെയ്തത്? ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ അത് എന്തിലേക്ക് ആവശ്യമാക്കി തീർത്തു? നെസസിറ്റേറ്റ് ചെയ്തു, ആവശ്യമാക്കി തീർത്തു. ഫോമിങ് ഓഫ് എ നാഷണൽ ഓർഗനൈസേഷൻ അല്ലേ, ഒരു ദേശീയ സംഘടന. നാഷണൽ ഓർഗനൈസേഷൻ ദേശീയ സംഘടനയുടെ ഫോർമേഷൻ അല്ലെങ്കിൽ രൂപീകരണം അല്ലെങ്കിൽ ഫോമിങ് എന്ത് നെസസിറ്റേറ്റ് ആക്കി തീർത്തു? എന്താവശ്യമാക്കി തീർത്തു? ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? റീജിയണൽ പ്രോബ്ലംസ് മാത്രമേ ആര് സോൾവ് ചെയ്യുന്നുള്ളായിരുന്നു? റീജിയണൽ ഓർഗനൈസേഷൻ. അതാണ് എന്തിന് നെസസിറ്റേറ്റ് ആക്കിയത്? ഫോമിങ് ഓഫ് എ നാഷണൽ ഓർഗനൈസേഷൻ, ഒരു ദേശീയ സംഘടനയുടെ രൂപീകരണത്തിന്. അങ്ങനെയാണെങ്കിൽ ഫോർമേഷൻ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം. 72 representatives of various organizations across India assembled in the vast auditorium of Tej Bal Sanskrit College, Bombay on 28th December 1885.
1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജത്തിൻ്റെ വിശാലമായ ഓഡിറ്റോറിയം, വാസ്റ്റ് ഓഡിറ്റോറിയം, വിശാലമായ ഓഡിറ്റോറിയത്തിൽ അസംബിൾ ചെയ്തു, ഒത്തുകൂടി. അല്ലേ, ആരാണ്? ഇന്ത്യയിലെ വ്യത്യസ്ത സംഘടനകളുടെ 72 പ്രതിനിധികൾ തന്നല്ലോ. 72 റെപ്രസെൻറ്റേറ്റീവ് പ്രതിനിധികൾ ഓഫ് വേരിയസ് ഓർഗനൈസേഷൻ, വ്യത്യസ്ത സംഘടനകളുടെ എവിടെയുള്ള എക്രോസ് ഇന്ത്യ, ഇന്ത്യയിൽ ഉടനീളമുള്ള അസംബിൾഡ്, അല്ലേ, ഒത്തുചേർന്നു. എവിടെയാണ്? വാസ്റ്റ് ഓഡിറ്റോറിയം, വിശാലമായ ഓഡിറ്റോറിയത്തിൽ, തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ്, ബോംബെയിൽ. എന്നാണ് അവർ ഒത്തുകൂടിയത്? 20 ഡിസംബർ 1885. ദേ വെയർ ഓഫ് ഡൈവേഴ്സ് അറ്റയർ, റിലിജിയൻ ആൻഡ് ലാംഗ്വേജ്. അല്ലേ, അവരെല്ലാം ഡൈവേഴ്സ്, വ്യത്യസ്തങ്ങളായ, ഡൈവേഴ്സ് വൈവിധ്യമാർന്ന എന്താണ് അറ്റയർ, വേഷങ്ങളും, റിലിജിയൻ മതങ്ങളും, അതുപോലെ തന്നെ ലാംഗ്വേജ് ഭാഷകളും സംസാരിക്കുന്നവരായിരുന്നു തന്നല്ലോ. അപ്പോൾ അവർ വ്യത്യസ്ത ഭാഷകളും വേഷങ്ങളും മതവും ഉള്ള വൈരുദ്ധ്യമാർന്ന വ്യത്യസ്തങ്ങളായ എന്താണ് അതുപോലെ തന്നെ മത ഭാഷകൾ ഉള്ള ആൾക്കാരായിരുന്നു അവർ. ഈ റെപ്രസെൻറ്റേറ്റീവ്സ്. ദെൻ WC ബാനർജി പ്രസൈഡഡ്. അപ്പോൾ അതിന് അധ്യക്ഷത പ്രസൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അധ്യക്ഷത വഹിക്കുക. ആരാണ് അധ്യക്ഷത വഹിച്ചത്? WC ബാനർജിയാണ് അധ്യക്ഷത വഹിച്ചത് ഓവർ ദിസ് മീറ്റിംഗ്. അപ്പോൾ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. പിന്നെ ഇനിഷ്യേറ്റഡ് ബൈ ദ ഫോർമർ ബ്രിട്ടീഷ് സിവിൽ സർവൻറ്റ് A.O. ഹ്യൂം. അല്ലേ, അപ്പോൾ ഈ യോഗത്തിന് മുൻകൈ എടുത്തത്, ഇനിഷ്യേറ്റ് ചെയ്തത്, മുൻകൈ എടുക്കുക, ആരാണ് മുൻകൈ എടുത്തത്? ഫോർമർ, പഴയ ബ്രിട്ടീഷ് സിവിൽ സർവൻറ്റ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ജീവനക്കാരൻ. അപ്പം മുൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ A.O. ഹ്യൂം. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? A.O. ഹ്യൂം. അദ്ദേഹമാണ് എന്ത് ചെയ്തത്? ഈ യോഗത്തിന് മുൻകൈയെടുത്തത്. അത് പ്രസൈഡ് ചെയ്തത്, അധ്യക്ഷത വഹിച്ചവരാണ് WC ബാനർജിയാണ്. ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് ഇൻ ദിസ് മീറ്റിംഗ്. ഈ യോഗത്തിലാണ് എന്ത് രൂപീകരിച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. അപ്പോൾ ആ യോഗത്തിൽ WC ബാനർജിയുടെ പ്രസംഗത്തിൻ്റെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വി ഡിസയർ ദാറ്റ്, നമ്മൾ ആഗ്രഹിക്കുന്നത്, ദാറ്റ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഷുഡ് ബി ഫർദർ മോഡേണൈസ്ഡ്, കൂടുതൽ കൂടി ഇനി എന്ത് ചെയ്യണം? പരിഷ്കൃതമാകണം, മോഡേണൈസ്ഡ് ആകണം. പിന്നെ ആൻഡ് ബി മെയ്ഡ് എ പാർട്ട് ഓഫ് ഇറ്റ്, നമ്മൾ അതിൽ പങ്കാളികളാവുകയും വേണം എന്ന് WC ബാനർജി ആ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു കോട്ടാണ് ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ഫോട്ടോ തന്നിട്ടുണ്ട് ആ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ. അല്ലേ, അതിൽ 72 പേരുണ്ടെന്ന് പറഞ്ഞാൽ അവരെല്ലാം കൂടെ ചേർന്നെടുത്ത ഗ്രൂപ്പ് ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ അടുത്ത ചോദ്യം, വാട്ട് ആർ ദ മേജർ എയിംസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? അല്ലേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? 3 മുഖ്യ ലക്ഷ്യങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. ഏതെല്ലാമാണ്? ടു പ്രൊമോട്ട് ഫെല്ലോ ഫീലിംഗ് എമംഗ് ദ വോളണ്ടിയേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി കൺട്രി. അല്ലേ, അപ്പോൾ എന്ത് പ്രോത്സാഹിപ്പിക്കുക, എന്ത് പ്രൊമോട്ട് ചെയ്യുക? ഫെല്ലോ ഫീലിംഗ്, സൗഹൃദ മനോഭാവം. അപ്പം എന്ത് പ്രൊമോട്ട് ചെയ്യുക? ഫെല്ലോ ഫീലിംഗ് പ്രൊമോട്ട് ചെയ്യുക. സൗഹൃദ മനോഭാവം എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. ആരുടെ ഇടയിലാണ്? എമംഗ് ദ വോളണ്ടിയേഴ്സ്. അല്ലേ, പ്രവർത്തകരുടെ ഇടയിൽ. ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി കൺട്രി, രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വന്ന പ്രവർത്തകരുടെ ഇടയിൽ എന്ത്? സൗഹൃദ മനോഭാവം എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. 1ാമത്തെ ലക്ഷ്യം, ടു പ്രൊമോട്ട് ഫെല്ലോ ഫീലിംഗ് എമോങ് ദ വോളണ്ടിയേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി കൺട്രി. അടുത്തത്, ടു ഡെവലപ്പ് എ നാഷണൽ സ്പിരിറ്റ് ബിയോണ്ട് ദ റിലീജിയസ് കാസ്റ്റ് ആൻഡ് റീജിയണൽ ലോയൽറ്റീസ്. അല്ലേ, എന്ത് വികസിപ്പിച്ചെടുക്കുക? ഒരു നാഷണൽ സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു ദേശീയ ശക്തിബോധം അല്ലെങ്കിൽ ദേശീയ ഊർജം എന്ത് ചെയ്യുക? വികസിപ്പിച്ചെടുക്കുക. എന്തിനപ്പുറമായിട്ട്? റിലീജിയസ്, മതപരവും, അതുപോലെ തന്നെ ജാതി കാസ്റ്റും, അതുപോലെ തന്നെ റീജിയൻ, പ്രാദേശിക ലോയൽറ്റീസ് അല്ലെങ്കിൽ ചിന്തകൾക്ക് അപ്പുറം. അപ്പോൾ പ്രാദേശിക ജാതി മത ചിന്തകൾക്കപ്പുറം എന്ത് ചെയ്യുക? ഒരു ദേശീയ ഊർജം എന്ത് ചെയ്യുക? വികസിപ്പിച്ച് എടുക്കുക. ടു ഡെവലപ്പ് എ നാഷണൽ സ്പിരിറ്റ് തന്നല്ലോ ബിയോണ്ട് ദ റിലീജിയസ് കാസ്റ്റ് ആൻഡ് റീജിയണൽ ലോയൽറ്റീസ് ചിന്തകളാണ്. തേർഡ്, ടു ബ്രിങ് ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസ് ടു ദ നോട്ടീസ് ഓഫ് അതോറിറ്റീസ്. അല്ലേ, അപ്പം അധികാരികളുടെ ശ്രദ്ധയിൽ, നോട്ടീസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയിൽപ്പെടുത്തുക, അതോറിറ്റീസ് എന്താണ്? അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ആരുടെ പ്രശ്നങ്ങൾ? പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസ്, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ആരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക?
അതോറിറ്റീസിൻ്റെ അല്ലെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ടു ബ്രിങ് ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസ് ടു ദ നോട്ടീസ് ഓഫ് അതോറിറ്റീസ്. അങ്ങനെ 3 എയിംസ് അല്ലെങ്കിൽ മേജർ എയിംസാണ് ആർക്കുണ്ടായിരുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനുണ്ടായിരുന്നത്. വിത്ത് ദ ഫോർമേഷൻ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദ അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് അറ്റൈൻഡ് ആൻ ഓർഗനൈസ്ഡ് നേച്ചർ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ എന്താരംഭിച്ചു? രൂപീകൃതമായി, ഫോർമേഷൻ രൂപീകൃതമാവും അല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായതോടുകൂടി ദ അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭങ്ങൾ അല്ലേ, അല്ലെങ്കിൽ സമരങ്ങൾ, അതാണ് അജിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെതിരെയുള്ള സമരങ്ങൾ? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള, എതിരെയുള്ള അജിറ്റേഷൻസ് അല്ലേ, സമരങ്ങളെന്ന് പറയുന്നത്. അറ്റൈൻഡ് നേടുക, ആൻ ഓർഗനൈസ്ഡ് നേച്ചർ, ഒരു സംഘടീകൃത സ്വഭാവം കൈവരിച്ചു, നേടിയെടുത്തു. അപ്പം ഏത് രൂപീകരണത്തിന് ശേഷം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് ശേഷം അല്ലെങ്കിൽ രൂപീകരണത്തോടു കൂടി ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള അജിറ്റേഷൻസിന് അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾക്ക് കൈവരിച്ചു? ഒരു സംഘടിത സ്വഭാവം കൈവന്നു, ഓർഗനൈസ്ഡ് നേച്ചർ അറ്റൈൻ ചെയ്തു. Such organized agitations against the British power can be called a national movement. അപ്പോൾ ഇങ്ങനെയുണ്ടായ സംഘടിതമായ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രക്ഷോഭങ്ങളെ അല്ലെങ്കിൽ അജിറ്റേഷൻസിനെ ആർക്കെതിരെയുള്ള? ബ്രിട്ടീഷ് ശക്തിക്കെതിരെയുള്ള, ബ്രിട്ടീഷ് പവറിനെതിരെയുള്ള ഇങ്ങനെയുള്ള സംഘടീകൃതമായ സമരങ്ങളെ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് അജിറ്റേഷൻസിനെ വിളിക്കുന്ന പേരാണ് വിളിക്കുന്നത് നാഷണൽ മൂവ്മെൻറ്റ്, ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് നാഷണൽ മൂവ്മെൻറ്റ്? ഇതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. തൊട്ട് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ മുതൽ സച്ച് ക്യാൻ ബി കാൾഡ് ദ നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന 2 സെൻറ്റൻസ് അതിന് ആൻസർ വരും. ബേസ്ഡ് ഓൺ ദ സ്റ്റൈൽ ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ദ അജിറ്റേഷൻ ദ നാഷണൽ മൂവ്മെൻറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 ഫേസസ്. അപ്പോൾ നാഷണൽ മൂവ്മെൻറ്റിന് നമുക്ക് 3ആയി തരംതിരിക്കാം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ ദ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ശൈലിയുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ. എന്തിനാണ്? പ്രക്ഷോഭങ്ങളുടെ, പ്രക്ഷോഭങ്ങളുടെ സ്ട്രാറ്റജീസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലും, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലും, അതുപോലെ തന്നെ അജിറ്റേഷൻസിൻ്റെ സ്റ്റൈൽ അല്ലെങ്കിൽ ശൈലിയുടെ അടിസ്ഥാനത്തിലും നമുക്ക് നാഷണൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളെ എത്രയായിട്ട് തരംതിരിക്കാം? 3 ഘട്ടങ്ങളായി തരംതിരിക്കാം. ഒന്ന്, ദ പീരീഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം തന്നല്ലോ. മോഡറേറ്റ് നാഷണലിസം, മിതവാദ ദേശീയത തന്നല്ലോ. അപ്പോൾ മോഡറേറ്റ് നാഷണലിസത്തിൻ്റെ കാലഘട്ടം, മിതവാദ ദേശീയതയുടെ കാലഘട്ടം. ദ പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം. 3 പറയുന്നത് ഗാന്ധിയൻ എറ അല്ലെങ്കിൽ ഗാന്ധിയൻ യുഗം അല്ലെങ്കിൽ ഗാന്ധിയൻ കാലഘട്ടം. അപ്പോൾ നാഷണൽ മൂവ്മെൻറ്റിനെ 3 ഫേസസ് ആയിട്ട് നമുക്ക് തിരിക്കാം, 3 കാലഘട്ടമായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് പീരീഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം, മിതവാദ ദേശീയതയുടെ കാലഘട്ടം. ദ പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം, തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടം. ഗാന്ധിയൻ എറ എന്ന് പറയുന്നത് ഗാന്ധിയൻ യുഗം അല്ലെങ്കിൽ ഗാന്ധിയൻ കാലഘട്ടം. അപ്പോൾ ഏതാണ് ഫസ്റ്റ്? മിതവാദ ദേശീയത അല്ലെങ്കിൽ മോഡറേറ്റ് നാഷണലിസം. ദ പീരീഡ് ഫ്രം 1885 to 1905 വാസ് ഓഫ് മോഡറേറ്റ് നാഷണൽ. അപ്പം മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1885 മുതൽ ഏതുവരെയുള്ള കാലഘട്ടമാണ്? 1905 വരെയുള്ള കാലഘട്ടമാണ് മിതവാദ ദേശീയതയായിട്ട് അല്ലെങ്കിൽ മോഡറേറ്റ് നാഷണലിസത്തിൻ്റെ പീരീഡായിട്ട് കണക്കാക്കുന്നത്. ദ ലീഡേഴ്സ് ഓഫ് ദിസ് പീരീഡ് വെയർ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ, മിതവാദ കാലഘട്ടത്തിൽ മോഡറേറ്റ് നാഷണലിസത്തിലെ ലീഡേഴ്സ് അല്ലെങ്കിൽ നായകന്മാരെന്ന് പറയുന്നത്, നയിച്ചിരുന്ന വ്യക്തികളെന്ന് പറയുന്നത് എന്തായിരുന്നു? ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവരായിരുന്നു. ദ പ്രോമിനൻ്റ് എമംഗ് ദം, അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടവർ, മുഖ്യർ, പ്രോമിനൻ്റ് തന്നല്ലോ, പ്രശസ്തർ ആരൊക്കെയാണ്? ദാദാബായി നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തൊയ്ബ്ജി, പിന്നെ ഫിറോസ് ഷാ മെഹ്ത. അപ്പോൾ പ്രധാനപ്പെട്ട മോഡറേറ്റ് നാഷണലിസ്റ്റ് ലീഡേഴ്സ് ആരെല്ലാമാണ്? അതാണ് മോഡറേറ്റ് നാഷണലിസ്റ്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. ദാദാബായി നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തൊയ്ബ്ജി, പിന്നെ ഫിറോസ് ഷാ മെഹ്ത. Their policies was to bring common problems and demands to the notice of the British government by means of petition, resolutions and protest. അപ്പോൾ ശ്രദ്ധിച്ചോണം, ക്വസ്റ്റ്യൻ ഉണ്ട് അതിൽ. എങ്ങനെയാണ് ഈ മോഡറേറ്റ് നാഷണലിസം ആൾക്കാരെല്ലാം ലീഡേഴ്സെല്ലാം ആക്ട് ചെയ്തത്, അതെങ്ങനെയാണ് പ്രോബ്ലംസ് ഒക്കെ പ്രസൻറ്റ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അവരുടെ പോളിസി, നയമെന്ന് പറയുന്നത് എന്തായിരുന്നു? ബ്രിങ് ദ കോമൺ പ്രോബ്ലംസ്, പൊതുവായ പ്രശ്നങ്ങൾ കൊണ്ടുവരിക. കോമൺ പ്രോബ്ലംസ്, പൊതുവായ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഡിമാൻഡും, പൊതുവായുള്ള ആവശ്യകതകളും കൊണ്ടുവരിക.
ആരുടെ മുന്നിൽ കൊണ്ടുവരിക? ടു ദ നോട്ടീസ് ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഏതിലൂടെ? ഏത് മാർഗത്തിലൂടെ? ബൈ മീൻസ് മാർഗത്തിലൂടെ. ഏത് മാർഗത്തിലൂടെയാണ്? പെറ്റീഷൻ അല്ലേ, പരാതികൾ, അതുപോലെ തന്നെ റെസൊല്യൂഷൻ, പ്രമേയങ്ങൾ, അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റുകൾ, പ്രതിഷേധം. അപ്പം പ്രതിഷേധങ്ങൾ, പ്രമേയങ്ങൾ, പെറ്റീഷനുകൾ എന്നീ മാർഗങ്ങളിലൂടെ എന്താണ് സാധാരണ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആവശ്യകതകളും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു ഇവരുടെ നയം എന്ന് പറയുന്നത്, ഇവരുടെ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ദെയർ പോളിസി വാസ് ടു ബ്രിങ് ദ കോമൺ പ്രോബ്ലംസ് ആൻഡ് ഡിമാൻഡ്സ് ടു ദ നോട്ടീസ് ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് ബൈ മീൻസ് ഓഫ് പെറ്റീഷൻസ്, റെസൊല്യൂഷൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ്. അൺഫോർച്ചുനേറ്റ്ലി ദ ബ്രിട്ടീഷ് ഒഫീഷ്യൽ ഡിഡ് നോട്ട് പ്രോപ്പർലി കൺസിഡർ ദ. അപ്പം നിർഭാഗ്യമെന്ന് പറയട്ടെ, എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് ഇതിനെ എന്ത് ചെയ്യില്ല, പൂർണ്ണമായിട്ടും പ്രോപ്പറായിട്ട് കാര്യമായി കൺസിഡർ ചെയ്തില്ല, അല്ലെങ്കിൽ പരിഗണിച്ചില്ല അല്ലേ. അതിൻ്റെ ഒരു പോരായ്മയാണ്. അതിൻ്റെയാണ് ഇവിടെ നാഷണൽ മൂവ്മെൻറ്റ് ഏത് കാലത്തുള്ളത്? മോഡറേറ്റ് പീരീഡിൽ തന്നല്ലോ. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുണ്ട്, ബദറുദ്ദീൻ തൊയ്ബ്ജി ഉണ്ട്, അതുപോലെ തന്നെ ഫിറോസ് ഷാ മേത്തട്ടൊക്കെ. അപ്പോൾ ഈ ലീഡേഴ്സുകളെല്ലാം ഏത് മോഡറേറ്റ് പീരീഡിലുള്ള മൂവ്മെൻറ്റിലുള്ള ആ ലീഡേഴ്സുകളെല്ലാം സ്റ്റഡീഡ് ദ റൂട്ട് കാസസ് ഓഫ് ദ പോവർട്ടി ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ പോവർട്ടിയുടെ, ദാരിദ്ര്യത്തിൻ്റെ റൂട്ട് കാസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന കാരണങ്ങൾ. തന്നുള്ള റൂട്ട് കാസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന കാരണങ്ങൾ. അപ്പം ബ്രിട്ടീഷ് ഭരണത്തിലുണ്ടായിരുന്ന ഇന്ത്യയുടെ ദാരിദ്ര്യത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങളെല്ലാം എന്താണ് വിശദമായി പഠിച്ചവരായിരുന്നു ഈ നേതാക്കളെല്ലാം, ലീഡേഴ്സെല്ലാം. ആൻഡ് ദീസ് സ്റ്റഡീസ് ഫോം ദ ഐഡിയോളജിക്കൽ ബേസ് ഫോർ ദ നാഷണൽ മൂവ്മെൻറ്റ് തന്നല്ലോ. അപ്പോൾ ഈ പഠനങ്ങളാണ് ഈ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ആശയപരമായ അടിത്തറയായി പ്രവർത്തിക്കുന്നത്. ദീസ് സ്റ്റഡീസ് ഫോം ദ ഐഡിയോളജിക്കൽ ബേസ്, ആശയപരമായ അടിത്തറ. അപ്പം നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ആശയപരമായ അടിത്തറയായി പ്രവർത്തിക്കുന്നത് ഏതെല്ലാമാണ്? ഈ പഠനങ്ങളാണ്. ആരുടെ? ഈ ലീഡേഴ്സിൻ്റെ. ഏത് ലീഡേഴ്സിൻ്റെ? മോഡറേറ്റ് നാഷണൽ മൂവ്മെൻറ്റ് പീരീഡിലുണ്ടായ ലീഡേഴ്സിൻ്റെ സ്റ്റഡികൾ. ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ പോവർട്ടിയുടെ കാസസ് അല്ലേ, ബ്രിട്ടീഷ് ഭരണ ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ, അടിസ്ഥാന കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു, അതിൻ്റെ പഠനങ്ങളാണ്. അതിലൊരെണ്ണമാണ് ഡ്രെയിൻ തിയറി. ദാദാബായി നവറോജിയുടെ സിദ്ധാന്തമാണ് ചോർച്ച. ഡ്രെയിൻ തന്നല്ലോ, ചോർച്ച സിദ്ധാന്തം. ചോരുന്നു, ഇവിടെയുള്ള സമ്പത്തെല്ലാം ചോരുന്നു അല്ലേ. എങ്ങനെയാണ് സമ്പത്ത് ചോരുന്നത് അതിനെക്കുറിച്ചുള്ള സിദ്ധാന്തം. അതാണ് എന്ന് പറഞ്ഞത് ചോർച്ച സിദ്ധാന്തം, അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി. ഡ്രെയിൻ തിയറി ഈസ് ദ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ദാദാബായി നവറോജി. ദാദാബായി നവറോജിയുടെ മുഖ്യ സംഭാവനയാണ് എന്ന് പറയുന്നത് ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം. There was a drain of wealth from India to England during colonial rule. കൊളോണിയൽ ഭരണകാലത്ത് അല്ലെങ്കിൽ സാമ്രാജ്യത്വ ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യൻ സമ്പത്തിൽ എന്തുണ്ടായി? ചോർച്ചയുണ്ടായി. വെൽത്ത്, സമ്പത്ത്. ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ ചോർച്ച. അപ്പം അതാണ് സാമ്രാജ്യത്വ ഭരണകാലത്ത് അല്ലെങ്കിൽ കോളനി ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യയുടെ സമ്പത്തിൽ എന്തുണ്ടായി? ചോർച്ചയുണ്ടായി. ഇറ്റ് വാസ് മെയിൻലി ഇൻ ദ ഫോം ഓഫ് സാലറി, ടാക്സ് ആൻഡ് ഗിഫ്റ്റ്. ഇത് ഏത് രൂപത്തിലായിരുന്നു? സാലറി, ശമ്പളം, അതുപോലെ തന്നെ ടാക്സ്, നികുതി, അതുപോലെ തന്നെ ഗിഫ്റ്റ് അല്ലേ, സംഭാവനകൾ എന്നീ രൂപത്തിലാണ് ഈ ചോർച്ച നടന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പൈസ എല്ലാം ആരെടുത്തോണ്ട് പോയി? ഇംഗ്ലണ്ടുകാർ ഈ രൂപത്തിൽ ശമ്പളമെന്നും നികുതിയെന്നും അല്ലേ, അതുപോലെ തന്നെ സമ്മാനമെന്നും ഉള്ള രൂപത്തിലെല്ലാം എടുത്തുകൊണ്ട് പോയി. അതാണ് ഇവിടെ ചോർച്ച ഉണ്ടായെന്ന് പറയുന്നത്. ഹി പ്രൂവ്ഡ് ദാറ്റ് ദ എക്കണോമിക് ഡ്രെയിൻ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ ഈസ് റൂട്ട് കാസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. അദ്ദേഹം തെളിയിച്ചു, പ്രൂവ് ചെയ്തു. എന്താണ് എക്കണോമിക് ഡ്രെയിൻ? സാമ്പത്തിക ചോർച്ച എന്ന് പറയുന്നത്. എക്കണോമിക് ഡ്രെയിൻ, സാമ്പത്തിക ചോർച്ച എന്ന് പറയുന്നത് ആരുടെ ഭരണകാലത്തുണ്ടായ? ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായ, ബ്രിട്ടീഷ് റൂളിലുണ്ടായ സമയത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായ എന്താണ് എക്കണോമിക് ഡ്രെയിൻ അല്ലെങ്കിൽ സാമ്പത്തിക ചോർച്ചയാണ് എന്തെന്ന് പറയുന്നത് റൂട്ട് കാസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് എന്ന് അദ്ദേഹം തെളിയിച്ചു. എന്താണ് തെളിയിച്ചത്? എക്കണോമിക് ഡ്രെയിൻ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായ സാമ്പത്തിക ചോർച്ചയാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിൻ്റെ മുഖ്യ കാരണം എന്ന് അദ്ദേഹം തെളിയിച്ചു. ഈ തിയറിയെ വിളിക്കുന്ന പേരാണ് ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം. അപ്പോൾ ഇവാലുവേറ്റ് ദി റോൾ ഓഫ് മോഡറേറ്റ് ഇൻ പോയിൻറ്റിങ് ഔട്ട് ബ്രിട്ടീഷ് പോളിസി അല്ലേ. അപ്പം ബ്രിട്ടീഷ് നയങ്ങൾക്ക് എതിരെ മിതവാദികൾ
അവരവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ അവരുടെ പങ്ക് എന്താണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പാരഗ്രാഫ് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ഇവിടെ ശ്രദ്ധിച്ചോണം അല്ലേ. അതുകൊണ്ട് ഏതൊരു നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഐഡിയോളജിക്കൽ ബേസ് വരെ പ്രവർത്തിക്കുന്നവരെ ഉള്ള കാര്യങ്ങൾ എഴുതണം. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നല്ലോണം ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, നോട്ട് തയ്യാറാക്കണം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.